തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ ഉച്ചസ്ഥായിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചോളം കോൺഗ്രസ് ജനങ്ങൾക്ക് നൽകുന്ന UDF അധികാരത്തിൽ വന്നാൽ നടപ്പിലാക്കുന്ന 6 ഗ്യാരണ്ടികൾ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചിരുന്നു. അത് സംബന്ധിച്ച് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് ഒരു ബസ് കേരളത്തിലുടനീളം പോവുകയും അത് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യും. പ്രധാനമായും 6 വാഗ്ദാനങ്ങൾ. ഒന്ന്, എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് എന്നതായിരുന്നു രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച ഗ്യാരണ്ടിയിലെ ഒന്നാമത്തെ ഒരു കാര്യം. അതോടൊപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ അവർക്കൊരു പോക്കറ്റ് മണി എന്ന രീതിയിൽ നൽകുന്ന ഒരു പദ്ധതിയാണ് രണ്ടാമത്തെ പദ്ധതി. അതിനെക്കുറിച്ചുള്ള ചിത്രങ്ങൾ ആണ് ഒരു വശത്ത്. പിന്നെ സ്ത്രീകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര എന്നതും ഒരു വാഗ്ദാനമാണ്. ഈ 3 വാഗ്ദാനങ്ങളെ കുറിച്ചാണ് ഒരു വശത്ത് പറയുന്നത്. ഇതിന് പൊതുവെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിലാണ്, പുതുയുഗ കേരളത്തിന് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിലാണ് അവർ ഈ പദ്ധതികൾ നടപ്പാക്കുന്നത്. ബാക്കി 3 വാഗ്ദാനങ്ങൾ, 3 ഓഫറുകൾ ഈ മറുവശത്തുകൂടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് പറയുന്നത് ക്ഷേമ പെൻഷൻ 3000 രൂപയെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. കാരണം ക്ഷേമ പെൻഷൻ UDF അധികാരത്തിലെത്തിയാൽ അത് ഒഴിവാക്കുന്ന രീതിയിൽ LDFന്റെ ക്യാമ്പുകളിൽ പ്രചരണമുണ്ട്. മാത്രമല്ല അവർ ക്ഷേമ പെൻഷന് എതിരാണ് UDF എന്ന രീതിയിലും പ്രചരണമുണ്ട്. അത് മറികടക്കാൻ കൂടിയാണ് അവർ നേരത്തെ തന്നെ 2000 രൂപ എന്നുള്ളത് 3000 രൂപ ആക്കാൻ ഉയർത്തുമെന്നുള്ള ഒരു വാഗ്ദാനം നൽകിയിരിക്കുന്നു. മറ്റൊന്ന്, യുവാക്കൾക്ക് അവർ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ നൽകുമെന്നുള്ളതാണ് ഒരു 5ാമത്തെ വാഗ്ദാനം. മറ്റൊന്ന് പറയുന്നത് മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ് നൽകുമെന്നുള്ള ഈ ഒരു രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച UDF അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച ഗ്യാരണ്ടികൾ, ആ ഉറപ്പുകളെ അത് സമൂഹ മധ്യത്തിലേക്ക് എല്ലാവർക്കും എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു വാഹനം പ്രചരണം അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന പേരിലുള്ള ഈ ഉറപ്പുകളെ ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനു വേണ്ടിയിട്ടുള്ള അതിൽ നിന്ന് ജനങ്ങളെ പിന്തുണ നേടുക, അതിനുവേണ്ടി ഈ വാഹനം എല്ലായിടത്തും സഞ്ചരിക്കുകയും പിന്നെ എല്ലാ സ്ഥലങ്ങളിലേക്ക് എത്തുകയും അവിടെ നിന്ന് അങ്ങോട്ട് ആൾക്കാർ ഇത് പറഞ്ഞ് മനസ്സിലാക്കുകയും ഒരുപക്ഷെ കോൺഗ്രസ് പ്രവർത്തകർ കൂടെ ഇതിനൊപ്പം ഉണ്ടാവും, ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുകയും അതിന്റെ ലീഫ്ലെറ്റ് നൽകുകയും ചെയ്യുന്ന ഒരു രീതി കൂടി ഉണ്ടാവും. ഇന്ന് രാഹുൽ ഗാന്ധി കോഴിക്കോട് എത്തുമ്പോൾ അതിന്റെ ഒരു ഫ്ളാഗ് ഓഫ് നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരം ഒരു പ്രചരണത്തിലേക്ക് പോകണം. എന്തായാലും നമുക്കറിയാം വളരെ കുറച്ച് സമയം മാത്രമേ ശരിക്കും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ളൂ. മാത്രമല്ല തങ്ങളുടെ വാഗ്ദാനങ്ങൾ, ഓഫറുകൾ അത് കൃത്യമായി തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രചരണ രീതി സംഘടിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം കർണാടകയിലും തെലങ്കാനയിലൊക്കെ തന്നെയും ഇത്തരം ഇത്തരം ഗ്യാരണ്ടികൾ നൽകിക്കൊണ്ട് അതാണ് ഒരു പക്ഷേ കൂടുതൽ ആകർഷകമായത്. അത് പിന്നീട് ഭരണം അധികാരത്തിലെത്തിയപ്പോൾ നടപ്പിലാക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ കർണാടകയിലും തെലങ്കാനയിലും ഈ വാഗ്ദാനങ്ങൾ നൽകുകയും അത് നടപ്പാക്കുകയും ചെയ്ത ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് കോൺഗ്രസ് ഈ ഒരു പ്രചരണവുമായി രംഗത്തിറങ്ങുന്നത്. എന്തായാലും ആകർഷകമായ യുവാക്കൾക്ക്, വിദ്യാർത്ഥികൾക്ക്, അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക്, മുതിർന്ന പൗരന്മാർക്ക് തുടങ്ങിയ എല്ലാവർക്കും ആകർഷകമായ രീതിയിലുള്ള ഓഫറുകൾ, വാഗ്ദാനങ്ങൾ, ഗ്യാരണ്ടികൾ നൽകിക്കൊണ്ടാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അതിന്റെ പ്രചരണ വാഹനം സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി എല്ലായിടത്തും ഓരോ കവലകളിൽ എത്തുകയും ഈ പ്രചരണം സജീവമാക്കുകയും ചെയ്യും.